കഴിഞ്ഞ 2 വർഷങ്ങളിൽ സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പാണ് ഉണ്ടായത്. 2023 ഡിസംബർ മാസം ഒരു ട്രോയ് ഔൺസ് സ്വർണത്തിൻ്റെ വില $1800 സ്വർണത്തിൻ്റെ അന്തർദേശീയ വില എപ്പോഴും പറയുന്നത് ട്രോയ് ഔൺസിലാണ്. ഒരു ട്രോയ് ഔൺസ് 31.1 ഗ്രാമാണ്. അപ്പോൾ ഒരു ട്രോയ് ഔൺസിന് കഴിഞ്ഞ 23 ഡിസംബർ 2023 $1800 ഉണ്ടായിരുന്നത് 2025 ഡിസംബർ ആയപ്പോഴേക്കും $4200 വർദ്ധിച്ചു. ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ ഇരട്ടിയിലധികം വർധനവുണ്ടായി. അസാധാരണമായിട്ടൊരു കുതിപ്പ്. എന്താണ് ഈ സ്വർണത്തിലുള്ള കുതിപ്പിനുള്ള പ്രധാന കാരണങ്ങൾ? വരുന്ന വർഷം 2026 ഈ കുതിപ്പ് തുടരുമോ? സ്വർണ്ണവിലയിലൊരു തകർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? പരിശോധിക്കാം. വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. സ്വർണ്ണ വിലയിൽ പല ഘട്ടങ്ങളിലും വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞൊരു 60 വർഷത്തെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുതിപ്പുണ്ടായത് 1971 1971 അമേരിക്കൻ കറൻസി ആയിട്ടുള്ള ഡോളർ സ്വർണത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം എന്നുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് പിൻവാങ്ങി. ആ കമ്മിറ്റ്മെൻറ്റ് തുടരാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി. 1971 പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ അമേരിക്ക സ്വർണത്തിലേക്കുള്ള കൺവേർട്ടിബിലിറ്റി ഓഫ് ദ ഡോളർ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് വലിയ കുതിപ്പാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. $45 ഒരു ട്രോയ് ഔൺസിൻ്റെ വില 1971. 74 ആയപ്പോഴേക്കും അത് $200 വർദ്ധിച്ചു. 4 വർഷത്തിനുള്ളിൽ 4 മടങ്ങിലധികം വർധനവാണ് ഉണ്ടായത്. പിന്നീട് കുറച്ച് വർഷം വലിയൊരു വ്യതിയാനം ഇല്ലാണ്ട് നിന്നു. പിന്നെ 1979 വലിയ കുതിപ്പുണ്ടായി. 1979 ജിയോ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടിൽ വലിയ പ്രതിസന്ധിയുടെ ഒരു വർഷമായിരുന്നു. ഇറാനിൽ പ്രസിഡന്റ് ഷാ നിഷ്കാസിതനായി അധികാരത്തിൽ നിന്ന്. ഇസ്ലാമിക് റെവല്യൂഷൻ ഉണ്ടായി. അയാത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റെവല്യൂഷൻ അത് മിഡിൽ ഈസ്റ്റിൽ, മധ്യ പൗരസ്ത്യേഷ്യയിൽ പ്രത്യേകിച്ച് വലിയ പ്രക്ഷുബ്ധമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി. അതുകൂടാതെ 79 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു. അത് വലിയൊരു കോൺഫ്ലിക്റ്റ്, അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒരു തുറന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടായില്ലെങ്കിലും തന്നെ വലിയൊരു കോൺഫ്ലിക്റ്റ്, കോൾഡ് വാറൊക്കെ തന്നെ അതിന് ഉച്ചസ്ഥായിയിലെത്തി. മാത്രമല്ല 73 യോം കിപ്പൂർ യുദ്ധം, അറബ് ഇസ്രായേലി യുദ്ധത്തിന് ശേഷം ഓപെക് ക്രൂഡ് ഓയിലിൻ്റെ വില ഗണ്യമായി വർദ്ധിപ്പിക്കാൻ തുടങ്ങി. സ്ട്രോങ് കാർട്ടലായിട്ട് വളർന്നു ഓപെക്. 1973 $3.50 ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില. അത് 78 ആയപ്പോഴേക്കും 5 വർഷത്തിനുള്ളിൽ $13.50 വർദ്ധിച്ചു. അത് ആഗോള തലത്തിൽ തന്നെ വലിയ വിലക്കയറ്റം ഉണ്ടാക്കി. അത് ഗ്ലോബൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ക്രൈസിസിൻ്റെ ആ സമയത്താണ് 1979 സ്വർണം അതിൻ്റെ ഏറ്റവും പീക്ക് റേറ്റിലെത്തിയത്. 1980 ജാനുവരിയിൽ ഒരു ട്രോയ് ഔൺസ് സ്വർണത്തിൻ്റെ വില $850 രസകരമായ കാര്യം പിന്നീട് 20 വർഷങ്ങളിൽ സംഭവിച്ചതാണ്. ഈ $850 എന്നുള്ള ഒരു ട്രോയ് ഔൺസ് സ്വർണത്തിൻ്റെ വില അടുത്ത 20 വർഷം തുടർച്ചയായി കുറഞ്ഞ് 2000 ആയപ്പോഴേക്കും ഏകദേശം $250 കുറഞ്ഞു. ഗണ്യമായിട്ടുള്ള കുറവാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 20-year ബെയർ മാർക്കറ്റ്. സ്വർണം ഒരു ബെയർ മാർക്കറ്റിലായി 20 വർഷത്തോളം. $850 നിന്ന് $250 കുറഞ്ഞു. ഈ സമയത്ത് ലോകത്തിലെ സെൻട്രൽ ബാങ്കുകളും സ്വർണം വിറ്റിരുന്നു എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധേയമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം.
പക്ഷെ ഇവിടെ ഓർക്കേണ്ടതായിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു കാര്യം, അന്തർദേശീയ തലത്തിലുണ്ടായിട്ടുള്ള ഈ സ്വർണത്തിൻ്റെ വിലയിടിവ് ഇന്ത്യയിൽ പ്രതിഫലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ അന്ന് ഗോൾഡ് ഇമ്പോർട്ട്സ് ലിബറലൈസ് ചെയ്തിരുന്നില്ല. ഇന്ത്യയിലേക്ക് വന്നിരുന്ന സ്വർണം മുഴുവനും സ്മഗ്ലിങ്ങിലൂടെ വന്നിട്ടുള്ളതായിരുന്നു. കള്ളക്കടത്തിലൂടെ മാത്രമാണ് സ്വർണം വന്നിരുന്നത്. ഗോൾഡ് ഇമ്പോർട്ട്സ് വെർ നോട്ട് അലൗഡ്. 1990 ഗോൾഡ് കൺട്രോൾ ആക്ട് മാറ്റിയിട്ട് ചെറിയ തോതിൽ സ്വർണം ഇറക്കുമതി അനുവദിച്ച് പിന്നെ കൂടുതൽ ലിബറലൈസ് ചെയ്തു. ഇപ്പോൾ പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തിട്ട്, ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുത്തിട്ട് സ്വർണം ഇറക്കുമതി ചെയ്യാം. അപ്പോൾ 90-ന് ശേഷമാണ് അന്തർദേശീയ വിലകളിൽ ഉണ്ടാവുന്ന വ്യതിയാനം ഇന്ത്യൻ വിലകളിലും പ്രതിഫലിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ 1980 മുതൽക്ക് 2000 വരെയുള്ള 20 വർഷ കാലയളവിൽ $850 നിന്ന് $250 വില കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഒരുപാട് പേർക്ക് വിഷമം തോന്നും. അതുകൊണ്ടാണ് അതിനൊന്ന് വിശദീകരിച്ച് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിലാണ് വലിയ വർധനവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വർണത്തിലുണ്ടായത്. ഇപ്പോൾ നമുക്ക് പ്രസക്തമായിട്ടുള്ള പ്രധാന കാര്യത്തിലേക്ക് വരാം. ചുരുക്കി പറയാം, സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കണം. പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണ്, കൂടുതലുണ്ട്, ചുരുക്കി പറയണം. ഒന്ന്, സ്വർണം എപ്പോഴും ഒരു വിലക്കയറ്റത്തിനുള്ളൊരു തടയാണ്. ഇക്കണോമിക്സിൽ നമ്മൾ സാധാരണ പറയുക ഗോൾഡ് ഈസ് എ ഹെഡ്ജ് അഗൻസ്റ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയും. കാരണം വിലക്കയറ്റം ഉണ്ടാവുമ്പോൾ, ഞാൻ പറഞ്ഞു 1970-കളിലെ ഉയർന്ന വിലക്കയറ്റം ഉണ്ടാവുമ്പോൾ കറൻസീൻ്റെ മൂല്യം കുറയും, കറൻസീൻ്റെ ക്രയശേഷി, പർച്ചേസിങ് പവർ കുറയും. അപ്പോൾ പർച്ചേസിങ് പവർ കുറയുന്ന സമയത്ത് ആളുകൾ സ്വാഭാവികമായിട്ടും സ്വർണത്തിലേക്ക് മാറും. കാരണം സ്വർണത്തിൻ്റെ വില സ്റ്റേബിളായിരിക്കും, വർദ്ധിക്കും. അപ്പോൾ സ്വർണം ഒരു വിലക്കയറ്റത്തിനുള്ളൊരു തടയാണ് ഒന്നാമത്. രണ്ടാമത്, അനിശ്ചിതത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ജിയോ പൊളിറ്റിക്കൽ അനിശ്ചിതത്വങ്ങളും യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വർണം ഒരു സുരക്ഷിതത്വത്തിൻ്റെ താവളമാണ്. ഗോൾഡ് ഈസ് എ സേഫ് ഹേവൻ ഡ്യൂറിങ് ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയും. ആ ഒരു സേഫ് ഹേവൻ സ്റ്റാറ്റസ് ഉണ്ട് എപ്പോഴും. വലിയ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ യുക്രൈൻ യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത്, റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ യൂറോപ്പിലൊരു യുദ്ധം നിന്ന് ആരും പ്രതീക്ഷിച്ചതല്ല, സ്വർണത്തിൻ്റെ വിലയിൽ കാര്യമായിട്ടുള്ള വർധനവുണ്ടായി. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ കാര്യം, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ സ്വർണം നമുക്കൊരു വലിയ ഭ്രമമാണ്. സ്വർണ്ണാഭരണങ്ങൾ വലിയ ഭ്രമമാണ്. വേറെ രാജ്യങ്ങളിൽ ഇല്ലാത്തൊരു കാര്യമാണ്, വികസിത രാജ്യങ്ങളിലും തന്നെ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ 1% പോലും ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അപ്പോൾ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വർണ്ണ ഇറക്കുമതിയാണ് മൂന്നാമത്തെ ഘടകം. നാലാമത്തെ ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കുന്നു. സ്വർണ്ണ ശേഖരത്തിന് ഓരോ രാജ്യത്തിനും അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ടായിരിക്കും, വിദേശ വിനിമയ ശേഖരം. ഇപ്പോൾ ഇന്ത്യയുടെ വിദേശ വിനിമയ ശേഖരം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഫോറിൻ എക്സ്ചേഞ്ചിലുള്ള വിദേശ വിനിമയത്തിൽ ഫോറിൻ കറൻസിയിലുള്ള റിസർവ്സാണ്, പ്രധാനമായിട്ടും ഡോളർ. 2, SDR സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സിലുള്ള നിക്ഷേപം, അതിൻ്റെ നീക്കിയിരിപ്പ്. മൂന്നാമത് സ്വർണത്തിലുള്ളത്. അതിൽ പ്രത്യേകിച്ച് ഗ്ലോബൽ ക്രൈസിസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വർണത്തിലേക്ക് കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്യും ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ. അപ്പോൾ ഈ ഒരു 4 ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ള ഗോൾഡ് ഇമ്പോർട്ട്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ 4 ഘടകങ്ങളിൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം പ്രധാനമായിട്ടും സെൻട്രൽ ബാങ്ക് പോളിസിയിലുണ്ടായിട്ടുള്ള മാറ്റമാണ്. ബാക്കി 3 ഘടകങ്ങളിൽ മാർജിനലായിട്ടുള്ള നാമമാത്രമായിട്ടുള്ള മാറ്റം മാത്രമേ ഉണ്ടായുള്ളൂ. ഇതൊന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ചില ഡേറ്റ മാത്രം പറയാം. 2022 ഫെബ്രുവരിയിലാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചത്. റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ അതിന് വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായി. അമേരിക്ക അതിന് ഒരു പ്രതികരണമായിട്ട് ചെയ്തത് റഷ്യയുടെ അമേരിക്കൻ ഡോളറിലുള്ള നിക്ഷേപം മുഴുവനും മരവിപ്പിച്ചു. അമേരിക്കൻ ഡോളറിൽ, അമേരിക്കൻ ബോണ്ടുകളിൽ, അമേരിക്കൻ സർക്കാരിൻ്റെ കടപ്പത്രങ്ങളിലുള്ള നിക്ഷേപമാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ഏറ്റവും കൂടുതൽ നിക്ഷേപം. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡോളർ ഡിനോമിനേറ്റഡ് US ട്രഷറി ബിൽസ്, US ബോണ്ട്സ് ഈസ് റിഗാർഡഡ് ആസ് ദ സേഫസ്റ്റ് അസറ്റ് ക്ലാസ് ഇൻ ദ വേൾഡ്. അതങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
പക്ഷേ ഇതിലുള്ള റഷ്യയുടെ നിക്ഷേപം അത് പിൻവലിക്കാൻ പറ്റില്ല, അത് വിൽക്കാൻ പറ്റില്ല, അത് കംപ്ലീറ്റ് മരവിപ്പിക്കുന്നു എന്ന് പറയുന്നത് അത് പൊതുവെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലൊക്കെ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. അമേരിക്കയ്ക്ക് ഏത് രാജ്യത്തോടും വേണമെങ്കിൽ ഇതുമാതിരി ചെയ്യാം. അത് ശരിയായിട്ടുള്ള നടപടിയല്ല. റഷ്യ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം വേറെ കാര്യമാണ്, അതിലേക്ക് പോകേണ്ട കാര്യമില്ല. എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കാശ് പിൻവലിക്കാൻ പോകുമ്പോൾ ബാങ്ക് മാനേജർ പറയാണ്, നിങ്ങൾ അയൽപ്പക്കാരനുമായിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് അതിർത്തി തർക്കം അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കാശ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ലല്ലോ, ശരിയായിട്ടുള്ള നടപടിയല്ലല്ലോ. അതാണ് അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ചെയ്തത്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഒക്കെ തന്നെ മരവിപ്പിച്ചു. അപ്പോൾ എന്തുണ്ടായത്, മറ്റ് രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾക്ക് അമേരിക്കൻ ഡോളർ ഡിനോമിനേറ്റഡ് ബോണ്ടിലുള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടു. അവരെല്ലാവരും തന്നെ കൂടുതൽ സ്വർണം വാങ്ങാൻ തുടങ്ങി. ഇതാണ് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡൈവേഴ്സിഫിക്കേഷൻ ടുവേർഡ്സ് ഗോൾഡ് എവേ ഫ്രം ഡോളർ ഡിനോമിനേറ്റഡ് ബോണ്ട്സ് എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിച്ചത്. അതിൽ വലിയൊരു വ്യത്യാസമാണ് ഉണ്ടായത്. റഷ്യൻ അറ്റാക്ക് ഓഫ് ഉക്രൈനിൻ്റെ മുമ്പത്തെ വർഷം 2021 ലോകത്തിലുള്ള സെൻട്രൽ ബാങ്ക്സ് വാങ്ങിയത് 463 ടൺ സ്വർണ്ണമായിരുന്നെങ്കിൽ 2022 റഷ്യൻ ഉക്രൈൻ അറ്റാക്കിന് ശേഷം അത് ഇരട്ടിയിലധികമായി. അസാധാരണമായിട്ടുള്ള വർധനവാണ്. 1083 വർദ്ധിച്ചു. 2023 1037 ടണ്ണായിട്ട് വർദ്ധിച്ചു. 2024 1180 ടണ്ണായിട്ട് വർദ്ധിച്ചു. ഈ വർഷം 2025 1000 ടണ്ണിൽ കൂടുതലാണ്. അപ്പോൾ സെൻട്രൽ ബാങ്ക്സ് ബൈയിങ് ഓഫ് ഗോൾഡ്, ഇതാണ് ഗണ്യമായിട്ടുള്ള ഒരു വ്യത്യാസം കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഉണ്ടായത്. സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള ഈ കുതിപ്പിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഇതാണ്. ഇപ്പോൾ പ്രസക്തമായിട്ടുള്ള ചോദ്യം, സ്വർണ്ണവിലയിൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള കുതിപ്പ് അടുത്ത വർഷവും തുടരുമോ എന്നുള്ളതാണ്. പ്രവചനം ബുദ്ധിമുട്ടാണ്. കാരണം പല ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് എന്താണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. അതനുസരിച്ചായിരിക്കും സ്വർണ്ണവിലയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ. പിന്നെ ചില അനുമാനങ്ങൾ പറയാം. എന്താണ് അനുമാനങ്ങൾ? കഴിഞ്ഞ 2 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കുതിപ്പ് അടുത്ത വർഷം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഉയർന്ന വിലകളിൽ എപ്പോഴും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ആ പ്രോഫിറ്റ് ബുക്കിംഗ് ലാഭമെടുപ്പ് കാരണം വലിയൊരു സപ്ലൈ വർദ്ധിക്കുന്ന സമയത്ത് ഈ ഒരു കുതിപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. മാത്രമല്ല 2 വർഷത്തെ കുതിപ്പിൽ ഒരു പോസ് എപ്പോഴും കമ്മോഡിറ്റി പ്രൈസസിലൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. വെള്ളിയിൽ ഇതിനേക്കാളും കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. അത് വേറെ വിഷയമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്നില്ല. അതേസമയം വലിയൊരു തകർച്ചയ്ക്ക് സാധ്യതയുണ്ട്, താഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. പല കാരണങ്ങളെ കൊണ്ടും താഴ്ചയുണ്ടാവാം. പക്ഷേ വലിയൊരു തകർച്ചയ്ക്ക് സാധ്യതയുണ്ടോ സ്വർണ്ണവിലയിൽ? ചില ആളുകൾക്ക് പറഞ്ഞു കേട്ടു ഒരു 60,000 രൂപയൊക്കെ ഒരു പവനാവാനുള്ള സാധ്യതയുണ്ട്. 50,000-ലേക്ക് തറന്നേക്കാം. അതിനുള്ള സാധ്യത തീരെയില്ല എന്ന് പറയാം. കാരണം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് മറ്റ് ആസ്തികൾ, ഉദാഹരണത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലാണ്ട് ഉയർന്നു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും, ലാഭമെടുപ്പുണ്ടാവും. സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ സ്വർണ്ണ ആഭരണങ്ങൾ, പ്രധാനമായിട്ടും സ്വർണ്ണാഭരണങ്ങളാണ്. സ്വർണ്ണാഭരണങ്ങളോട് ജനങ്ങൾക്ക് ഒരു ഇമോഷണൽ കണക്റ്റാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കില്ല. ചില സമയത്തും ഉണ്ടാവാം. പൈസ ആവശ്യമാണെങ്കിൽ തന്നെ അത് പണയം വെച്ചിട്ട് കാശ് റേസ് ചെയ്യുകയാണ് ചെയ്യുക. ആ ഒരു ഇമോഷണൽ കണക്റ്റ് ഉള്ളത് കാരണം മറ്റ് ആസ്തികളിൽ ഉള്ള പോലെ ഒരു വിൽപ്പന ചെറിയ തോതിലുണ്ടാവും, വലിയ തോതിലുണ്ടാവില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് വിലകൾ വർദ്ധിക്കുമ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ല വാങ്ങിയത്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ഡൈവേഴ്സിഫിക്കേഷനാണ്. പ്രത്യേകിച്ച് ഈ ഡോളറൈസേഷൻ്റെയും കൂടെയുള്ള ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഡൈവേഴ്സിഫൈയിങ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് away from dollar denominated asset classes like US treasury bills and bonds. അപ്പോൾ വിലകൾ കുറയുകയാണെങ്കിൽ ഒരു 10% തന്നെ ഒരു കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും സെൻട്രൽ ബാങ്ക്സ് വാങ്ങിക്കും. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ വലിയ തോതിലാണ് സെൻട്രൽ ബാങ്ക്സ് ഓഹരികൾ വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞു അതിൻ്റെ കണക്ക്. ചൈനീസ് സെൻട്രൽ ബാങ്കാണ് ഏറ്റവും കൂടുതൽ വാങ്ങിയത്, 400 ടണ്ണിൽ കൂടുതൽ വാങ്ങി. ഇന്ത്യൻ സെൻട്രൽ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാങ്ങിച്ചു. പോളണ്ടിലെ സെൻട്രൽ ബാങ്ക് വാങ്ങിച്ചു. ബ്രസീലിലെ സെൻട്രൽ ബാങ്ക് വാങ്ങിച്ചു. ടർക്കിയിലെ സെൻട്രൽ ബാങ്ക് വാങ്ങിച്ചു. അതേപോലെ അസർബൈജാൻ, കസക്കിസ്ഥാൻ
ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ സെൻട്രൽ ബാങ്ക്സ് വാങ്ങിച്ചു. അവരൊക്കെ തന്നെ വില ഇനിയും കൂടിക്കഴിഞ്ഞാൽ ചെറിയ തോതിൽ വിറ്റുമെന്ന് വരാം. പക്ഷേ വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് മറ്റ് സ്റ്റോക്സിലെ പോലെ മറ്റ് ആസ്തികളെ പോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് എ കറക്ഷൻ ഈസ് പോസിബിൾ, ബട്ട് എ ബിഗ് ക്രാഷ് ഈസ് അൺലൈക്ലി. അതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ പറയാനുള്ളത്. ഒന്നുകൂടി ചുരുക്കി അതിൻ്റെ ഒരു എസൻസ് പറയാം. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളൊരു കുതിപ്പ് അടുത്ത വർഷത്തിൽ 2026 സാധ്യതയില്ല. താഴ്ചയ്ക്ക് സാധ്യതയുണ്ടോ? താഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. ക്രാഷ് ഉണ്ടാവുമോ? ക്രാഷ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഒരു 10% തന്നെ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സെൻട്രൽ ബാങ്കുകൾ കൂടുതൽ വാങ്ങിക്കും. മാത്രമല്ല ഇപ്പോൾ സ്വർണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ക്ലാസ്സും കൂടിയാണ്. സ്വർണത്തിന് ആഭരണം എന്ന രൂപത്തിലോ അല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡോ ആയി വാങ്ങാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലൂടെ വാങ്ങിക്കാം. ഇലക്ട്രോണിക് രൂപത്തിലാണ് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിലൂടെ വാങ്ങിക്കുന്നത്. വലിയ തോതിലാണ് വ്യാപാരം നടക്കുന്നത്. അപ്പോൾ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിലൂടെ സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ അത് ഇലക്ട്രോണിക് രൂപത്തിലാണ്. ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഇലക്ട്രോണിക് രൂപത്തിലാണ്. കള്ളന്മാർ കൊണ്ടുപോകുന്ന പേടിക്കാനില്ല, ലോക്കറിൽ കൊണ്ടുപോയി വെക്കേണ്ട കാര്യമില്ല, വിൽക്കുന്ന സമയത്ത് തേയ്മാനം പണിക്കൂലിയൊന്നും പോവില്ല. ആ വക അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ആ വിലയിൽ കുറവുണ്ടാകുമ്പോൾ ആ ഒരു ബൈയിങ്ങും വീണ്ടും വരും. അപ്പോൾ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു കുതിപ്പ് ഉണ്ടാവില്ല, താഴ്ചയുണ്ടാവാം, വലിയൊരു തകർച്ചയുണ്ടാവില്ല. ഒരു 10% കറക്ഷനൊക്കെ വരികയാണെങ്കിൽ വീണ്ടും ബൈയിങ് ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ലൈക്ലി ട്രെൻഡ് ഇൻ 2026. താങ്ക് യു.